ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബോണ്ടി മുട്ടായിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വെറും 3 ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിലുള്ള തേങ്ങ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മുടെ മിക്സിക്ക് ഉണ്ടാവില്ല ഇതുപോലെ ബാക്ക് സ്പീഡ് അല്ലെങ്കിൽ ഇതുപോലെ പൾസ് ബട്ടൺ ഉണ്ടാവില്ല, അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും തേങ്ങ. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും നല്ലത്. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും, അതിൽ വെള്ളമൊന്നും ഇല്ലാതെ പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ആവശ്യം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഏകദേശം ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു തേങ്ങയുടേത് ഏകദേശം 1 കപ്പും കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലില്ലാത്തവരാണെങ്കിൽ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും അതിലേക്ക് കുറച്ച് പാൽ ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നന്നായിട്ടൊന്ന് വെറ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതുപോലെ തേങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഷോപ്പിൽ നിന്നും ഈസി ആയിട്ട് നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രഷിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലെ തേങ്ങയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം ഒരു ബോണ്ടിയുടെ ഷേപ്പിൽ ഞാനിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചോക്ലേറ്റും ഒരു മെഷർമെൻറ്റ് കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂണോ മറ്റോ വെച്ചിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കോരി എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഈ ഒരു സൈസിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയ ബോണ്ടി മുട്ടായിയുടെ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സ് ഇതുപോലെ ചെയ്തെടുത്തു. ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് ശേഷം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിന് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ്, അതായത് മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്, വാനിലറിൻ്റെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൈക്രോവേവ് കയ്യിലുള്ളവരാണെങ്കിൽ അതിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം, പെട്ടെന്ന് മെൽറ്റ് ചെയ്യാം. ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രവും അതുപോലെ സ്പാച്ചിലൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, അതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വെള്ളം പെട്ടാൽ നമുക്ക് ചോക്ലേറ്റ് മെൽട്ടായിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ചോക്ലേറ്റ് നല്ല സ്മൂത്തായിട്ട് വരിക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മിക്സ് നമുക്ക് ചോക്ലേറ്റിലേക്ക് മുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ ഈ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോക്ലേറ്റ് മിക്സ്. എന്നിട്ട് ഓരോരോ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മിക്സ് എടുത്തിട്ട് നമുക്കിതിലേക്ക് മുക്കിയിട്ട് ഒന്നെടുത്താൽ മതി. അപ്പോൾ ഒരു ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതുപോലെ ബാക്കി വരുന്ന ചോക്ലേറ്റ് അടിയിലേക്ക് പാത്രത്തിൽ തന്നെ വീഴാനായിട്ട് ഫോർക്ക് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൈവച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഫോർക്ക് വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. എന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കേണ്ടതാണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പ്ലേറ്റ് തന്നെ എടുക്കുക. അപ്പോൾ ഓരോ ചോക്ലേറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബൗണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ചിലരൊക്കെ ശ്രദ്ധിച്ച് കാണും, അതിൽ ചെറിയൊരു ഡിസൈൻ കാണാറുണ്ട്. അപ്പോൾ ബൗണ്ടിയുടെ ചോക്ലേറ്റിൽ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് ഈസി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, മുകളിലോട്ട് വലിക്കുക, അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു ഡിസൈൻ വേണമെന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് ആ ഒരു സെയിം ബോണ്ടി ആണെന്ന് തന്നെ തോന്നിപ്പോകും കാണുന്നവരും, അതുപോലെ തന്നെ കഴിച്ചാലും. ഇനി ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഈ സൈഡിലൊക്കെ വന്നിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ആരും തന്നെ പറയില്ല ഇത് ഒറിജിനൽ ബോണ്ടി അല്ലെന്ന്. അതുപോലെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യണമെന്നില്ല. പെട്ടെന്ന് ചെയ്യണമെന്നുള്ളവർക്ക് ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസിന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്